ഇത് ബോച്ചട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു ബോച്ചട്ടി നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് സംഭവം ഇതിൻ്റെ ഉള്ളിൽ? ആ സ്കാൻ ചെയ്ത് കേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് നമുക്ക് എത്ര പേരെ തിന്നിട്ട് 2 പ്രാവശ്യം കുടിച്ചില്ല. എന്താ വെയ്യങ്ങൾക്ക് മക്കളെ റാത്തല്ല. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ നല്ല മഴണ്ടപ്പോൾ ലീവായി. അപ്പോൾ എന്താ പറയുക, തലാങ്ക അന്ന് നമ്മൾ നായനെ പിടിച്ചാൽ പോയല്ല എവിടേക്ക് തലാങ്കാനേന് ഇവരെ സൈപ്പാക്കാനൊക്കെ എന്ത് ചെയ്യുക ടൂർ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എവിടേക്കെങ്കിലും സിയാറത്ത് പോകണമെന്ന്, ടൂറായിട്ട് സിയാറത്തായിട്ട് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്ത് മറ്റേ ഇത് വന്നായി, നായനെ പിടിച്ചാൽ എൻ്റെ ചേട്ടാ അതിനെ കയറ്റാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഇന്നാൾ ഗണപതി ഭവനിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും കൂടി ഭക്ഷണം എന്ത് ചെയ്ത് വാങ്ങിക്കൊടുക്കണം വിചാരിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരെ അങ്ങോട്ട് വന്നാട്ടോ, അവിടെ പോവാതെ എന്നിട്ട് പിന്നെ നേരെ പൊന്നാനി. ഓക്കെ, അവിടെ എത്തിയിട്ടാ. അവിടെ വണ്ടിക്കാരൊക്കെ ഒരുപാട് സൈഡാക്കിയിട്ട് ഭക്ഷണം നല്ല മാഷാ അല്ലാഹ് നല്ല ഭക്ഷണമൊക്കെ കാറും നല്ല അടിപൊളി ഭക്ഷണമാണ് ഒക്കെ സെറ്റല്ല. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സാധാ ചോറ് നല്ല വൃത്തിയും നല്ല വെടുപ്പമാണ്, നല്ല മാഷാ അല്ലാഹ്. ഓക്കെ, ഇത് നമ്മൾ പോളിൻ്റെ അവിടെ തന്നെ കേട്ടോ, പോളിടെക്നിക്കാണ് കാണുന്നത്. പോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാരുതി സുസുക്കിൻ്റെ ഷോറൂം. അതാ മാരുതി സുസുക്കിൻ്റെ ഷോറൂമിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥാപനം തന്നെ കേട്ടോ. സലാങ്ക, ഞാൻ ഒരു ദിവസം വന്നിട്ട് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം നിങ്ങളെ കൊണ്ട് കഴിച്ചിരിക്കണം. എങ്ങനെയുണ്ട് ഭക്ഷണം? ഉഷാറ് എന്ന് പറഞ്ഞാൽ എത്ര പേരെ തിന്നിട്ട് 2 പ്രാവശ്യം കുടിച്ചില്ല. എന്താ വെയ്യങ്ങൾക്ക് മാഷാ അല്ലാഹ് അടിപൊളി ഭക്ഷണമുണ്ട്. പക്ഷേ ഭക്ഷണം ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാനുള്ളവരാ, ഇത്രയും വലിയ ഹോട്ടലിൽ അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ ഹോട്ടലാണ് അവിടെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ, ഇത്രയും വലിയ ഹോട്ടലിൽ ഇതുണ്ടെങ്കിൽ ഈ ബോർഡ് എന്താ ഇത്രയും അടിപൊളി വലിയ ഹോട്ടലാണ്. പക്ഷേ ഈ ബോർഡ് ഇതാ ആർക്കും ചെയ്യാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷ്യം അതൊന്നുമല്ലല്ലോ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിയാറത്താണ്. നേരെ എന്ത് ചെയ്ത് തരാം, യാഹുന്തങ്ങൾ പാപ്പാൻ്റെ അവിടെ പോയിട്ടാണ്. യാഹുന്തങ്ങളെ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് ആദ്യത്തെ സിയാറത്താണ് നടത്തി. സാർ നമുക്ക് ചെല്ലി അകത്തേക്ക് കയറി നല്ല റാഹത്തായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് സിയാറത്ത് പോകണം. നമ്മുടെ പണീൻ്റെ അടിയിൽ എന്തുണ്ടാവില്ല ഒഴിവുണ്ടാവില്ല. നേരെ അവിടുന്ന് ബർക്കത്ത് നമുക്ക് ചെറിയൊരു പഴം തന്നിട്ടാണ്. പിന്നെ നേരെ സൈറ്റിൽ പോയി. പൊന്നാനി സൈറ്റിൽ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് കുറേ നായ്ക്കളുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വലിയ പേടിയാട്ടോ നായ്ക്കളുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, റൂമുകളകത്തൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക എല്ലാവരും. നേരെ വിട്ട് പൊന്നാനിക്ക് കിൽക്കട്ടച്ചാറാൻ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നേരാണ്ട് വിട്ട് അവിടെ എത്തി. പക്ഷെ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ചെയ്യുന്നുണ്ടാ മാഷാ അല്ലാഹ്. യാത്രത്തിന് മുന്നിലൊരു കുടിവെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ പുരാതന ഒരു കിണറായിരിക്കാനാണ് ശേഷം എന്ന് തോന്നുന്നു. സെയ്ദ് ഹുസൈൻ റളിയല്ലാഹു ഹൈദറോസി അവരുടെ മക്ബറയാണ് കിൽക്കട്ടച്ചാറ എന്ന് പറഞ്ഞത്. ഓക്കെ, ആ പഴയ കാല പ്രൗഢിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ അതിനടുത്ത് ഒരുപാട് വക്കീൽമാരെ കോർട്ട് റോഡാണെന്ന് തോന്നുന്നത് റോഡ്. ഞങ്ങൾ നേരെ അതിൻ്റെ അകത്ത് പ്രവേശിച്ച് മക്കാമിൻ്റെ അകത്ത് പ്രവേശിച്ച് അവിടുന്ന് ഇതുപോലെ തന്നെ നല്ലൊരു സിയാറത്ത് നടത്തി, നല്ലൊരു ദുആ നടത്തി. അവിടെ ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുടിക്കാൻ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ഞങ്ങളൊക്കെ അവിടുന്ന് എന്ത് ഇരുന്ന് കൊണ്ട് വെള്ളം കുടിച്ചു. നല്ല മനസ്സിന് വളരെ സന്തോഷം. അതുപോലെ തന്നെ തട്ടുംതീലാവിൻ്റെ നല്ല ഒരു പഴയ ആ പ്രൗഢി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം തോന്നി. പല ഭാഗങ്ങളിലും ഇപ്പോഴും ഉണ്ട്, ചിലയിടത്ത് നന്നാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കോഴിക്കോട് ടൗണിലൊക്കെ പഴയ കാലഘട്ടത്തിൽ പോയ പോലെ തന്നെയാണ് പൊന്നാനിയിലും ആ പഴയ ഒരു ഓർമ്മ ഉണ്ടല്ലോ, അത് അവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാത്ത ആ ഒരു പ്രൗഢി ശരിക്കും അങ്ങനെ തന്നെ അത് നിലനിർത്തണം കേട്ടോ. എങ്ങനെയെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി. പിന്നീട് നേരെ എന്ത് ചെയ്ത് ബീച്ചിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയി. പെട്ടെന്ന് അവിടെ എന്തുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ചെക്കിങ് പോലെ തോന്നി. ഞാൻ വാഹനം നേരെ സൈഡാക്കി എന്താ കാര്യം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ ഹാർബറിലേക്ക് കറങ്ങി ഫണ്ട് കളക്ഷന് നിലവിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് 20 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് പയ്യന്. നേരെ എന്ത് ചെയ്ത് 20 രൂപ കൊടുത്തിട്ട് നേരെ അകത്ത് കയറി. കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഗവൺമെൻറ് അംഗീകൃതമാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് നേരെ ഒരു ചായ കുടിച്ച് അവിടുത്തെ ക്ലീനിങ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു പോയിട്ടാണ്. അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് എന്ത് ചെയ്തിങ്ങനെ അവിടെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ.
നല്ല വൃത്തിയിൽ ആണ് ഏകദേശം. നമ്മളൊരു ഹാർബറിൽ പോയാൽ ഒരു പഴയ കാലത്തെ അങ്ങനത്തെ രീതിയിലുള്ള ചളിയോ കച്ചറയോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട്. പിന്നെ ഒന്നാമത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ സമയമാണ്. ഇത്രയും കൂടുതൽ വലിയ ബോട്ടുകൾ അവിടെ നിർത്തിയ സമയത്താണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ബോട്ടുകൾ ഇവിടെ നിൽക്കുന്ന? ചാൻസ് ഇല്ലല്ലോ, 2 മാസം മുന്നേ ട്രോളിങ്ങാന്ന് പറഞ്ഞ്. നല്ല മനുഷ്യരിട്ടാ, ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റി. കാരണം അവർ അധ്വാനിക്കുകയാണ്. നേരം വെളുത്ത് സുബൈക്ക് തുടങ്ങിയിട്ട് ആ സമയം വരെ നല്ല രീതിയിലുള്ള അധ്വാനമാണ് കേട്ടോ. പിന്നെ ചീറി പാഞ്ഞ് പോകുന്ന അടുത്ത മീനിനെ ലക്ഷ്യമാക്കി ചീറി പാഞ്ഞ് ഓരോരോ വള്ളങ്ങളും എന്ത് ചെയ്യാണ്, അടുത്ത ബോട്ടിനെ ലക്ഷ്യമാക്കിയിട്ടോ അല്ലെങ്കിൽ അടുത്ത വല കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ തിരക്കിട്ട് പോവുകയാണ് അവർ. പിന്നെ ആ അപ്പുറം കാണുന്നതാണ് കൂട്ടായി അയിമുഖട്ട. ആ ഭാഗത്ത് അവിടെ കാണുന്നതാണ് കൂട്ടായി അയിമുഖം. തൊട്ടടുത്ത ദൂരമുള്ളൂ, ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, ആ കാണുന്ന കേട്ടോ. മുമ്പ് നമ്മൾ ഒരു ദിവസം തങ്ങിയ ഹോട്ടലാണ് ആ കാണുന്നത്. എന്തായാലും നമ്മൾ നേരെ മീൻ പിടിക്കുന്ന ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ പാവങ്ങളാണ് കേട്ടോ, ഒരുപാട് പേര്. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. കാര്യങ്ങൾ അവർ കൊണ്ടുപോകണം കേട്ടോ. മീനിങ്ങനെ പിടിക്കുന്നുണ്ട്. എന്തായാലും ഏറെ കഷ്ടപ്പാടാണെന്ന് ഉറപ്പായി മീനിൻ്റെ ഫിഷിങ് പോയി വരൽ. കാരണം ഒരു സമയം ഒഴിവില്ല എന്നാണ്. പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മീൻ ഇങ്ങനെ സെറ്റപ്പ് ഇതേപോലെ തന്നെ ഒരുപാട് കൂട്ടിയിട്ടിട്ട് എന്തുണ്ട്, ലേലം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് ഒരു കൂട്ടർ ഇതിൽ നിന്ന് ഇങ്ങനെ മീനിനെ ആ വലയിൽ നിന്ന് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. നമ്മൾ കടൽക്കൊമ്പൻ്റെ ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ല, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ, നല്ല സെറ്റപ്പായിട്ട് മീനിനെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ത്യക്കാരുണ്ടോയെന്നൊരു സംശയം തോന്നിയ സമയമാണ്. ഇതിൽ നിന്ന് തന്നെ ചിലർ ഏറ്റാൻ വേണ്ടിയും പോകുന്നുണ്ട് കേട്ടോ. ചിലർ പെട്ടെന്ന് വലിയ മീനുകളൊക്കെ വരുമ്പോൾ ഏറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ, കൊട്ടയിൽ മീനാക്കിയിട്ട് അങ്ങനെ ഓരോരോ ലേല. ചെറിയ മീനിന് പോലും വലിയ തുക കേട്ടോ അവിടെ ഉള്ളത്. ചെറിയ മീനിന് പോലും വലിയ തുകയാണ് അവിടെ ഉള്ളത്. കാരണം ഞാൻ തന്നെ ആലോചിച്ചു എങ്ങനെയാണ് ഇത് കൊണ്ടെത്തിച്ചിട്ട് ഒപ്പിക്കുന്നത് എന്ന്. 250 രൂപക്ക് മത്തിക്ക് വരുന്നുണ്ട് അവിടെ കൊട്ടക്ക് നോക്കുമ്പോൾ. ഈ മീൻ ചെറിയ തുകക്ക് 300 രൂപ അങ്ങനെയൊക്കെ കിട്ടിയിട്ടാണ്. പക്ഷേ അത് സലാങ്ക വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. എന്തായാലും ആ പയ്യൻ ഓടുന്ന മീൻ കൊണ്ടുവരാനാണെന്ന് മനസ്സിലായി. ഈ മീൻ ഇതാ നേരെ കൊണ്ടുപോകണത് എടുക്കുകയാണ്, ആലപ്പുഴക്കാണല്ലോ ഈ മീൻ കൊണ്ടുപോകണത്. ഈ മീൻ ഇവരിങ്ങനെ ഐസ് റെഡിയാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഹാർബറിൻ്റെ ഒരു സൈഡിലേക്ക് പോയപ്പോൾ എന്താണ്, ഇതേപോലെ തന്നെ നങ്കൂരിട്ട് കെടുക്കുകയാണ്. ഫുള്ള് എല്ലാം എന്ത് ചെയ്താണ്, ബോട്ടുകൾ അവിടെ കെടുക്കട്ടോ. ഒരുപാട് ബോട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു മെഷീൻ കണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഐസ് കട്ട് ചെയ്യണ മെഷീനാണെന്നാണ്. നേരിട്ട് ബോട്ടിലേക്ക് ഐസ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഫിഷിങ് ട്രോളിങ് ആയതുകൊണ്ടായിരിക്കും ഇത് എന്ത് വർക്കിംഗ് ഇല്ലാതെ കിടക്കുന്നത്. ഇത് ഡയറക്റ്റ് ബോട്ടിലേക്ക് പോകാനുള്ളതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, മീൻ ചൂണ്ടലിടാനുള്ള ഇവിടെ സെറ്റപ്പ് എവിടെയെങ്കിലും കാണണമല്ല. വെറുതെ ആരെങ്കിലും ചൂണ്ടലിടണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ പോയപ്പോഴാണ് ശംഖ് കണ്ടത് കേട്ടോ. നല്ല രീതിയിലുള്ള ശംഖുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും അതിനെ പിടിക്കാനൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ട് ചെയ്യാം കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ നല്ല ഇച്ചിലാണ് അല്ല, ജീവനുള്ള ശംഖുകളാണ് കേട്ടോ ഓരോന്നും. അതിൻ്റെ ഉള്ളിലൊരു ജീവൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വിശ്വസിക്കുക. അതിങ്ങനെ ചെറിയ തോതിൽ സഞ്ചരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതേപോലെ നല്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ, മാഷാല്ലാ. പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കടലിലെ കാക്കനെ കണ്ടിട്ട്. കടൽ കാക്കയാണല്ലത്, വൈറ്റാണ് കടൽ കാക്ക ആണ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പക്ഷേ ഇവിടെ ഒരു തൊഴിൽ ഒരാൾക്ക് ശരിക്കും ഉപജീവനമാർഗ്ഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ പെറുക്കുന്നത് പോലെ പെറുക്കിയിട്ട് ചെറിയ മീനുകളെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരാൾക്കുള്ള ഉപജീവനമാർഗ്ഗം അവിടുന്ന് കിട്ടും കേട്ടോ. ശരിക്ക് ഒരു 100 കവറിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് 50 രൂപക്ക് കൊടുത്താൽ മതി ശരിക്കും. എന്നാൽ തന്നെ എന്തുണ്ടാവും, അവർക്ക് ഉപജീവനമാർഗ്ഗത്തിനുള്ള അവർക്ക് കിട്ടും കേട്ടോ. എനിക്ക് തോന്നിയിരിക്കണ കാര്യം. അപ്പോഴാണ് അവിടെ ചാകര വന്നത്, ചെമ്മീൻ്റെ ചാകര വന്നത്. ആ ലേലം വിളി ഒന്ന് കാണാമെന്ന് കരുതി.
പത്തേഴുന്നൂറ്, പത്തെണ്ണൂറ്, പത്തൊള്ളായിരം, 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 പത്തൊള്ളായിരം. എട്ടഞ്ഞൂറ്, എട്ടറുന്നൂറ്, എഴുന്നൂറ്, എണ്ണൂറ്, തൊള്ളായിരം, 10 റുപ്യ, 10 റുപ്യ, 10 ഇരുന്നൂറ്, 10 മുന്നൂറ്, 10 അഞ്ഞൂറ്, 10 അറുന്നൂറ്, 10 എഴുന്നൂറ്, 10 എണ്ണൂറ്, 10 തൊള്ളായിരം, 10 തൊള്ളായിരം, 11 റുപ്യ, 11 നൂറ്, 11 നൂറ്, 11 നൂറ്, 11 ഇരുന്നൂറ്, 11 ഇരുന്നൂറ്, 11 ഇരുന്നൂറ്, 11 ഇരുന്നൂറ്, 11 ഇരുന്നൂറ്, 11 ഇരുന്നൂറ്. എന്തായാലും തീരദേശം കാണാൻ നല്ല അടിപൊളിയാണ് മാഷാ അല്ലാ. കണ്ടപ്പോൾ ഇങ്ങനെ ഒരു രസം. ഇവരിങ്ങനെ പണിയെടുക്കുന്നുണ്ട്. പാവല്ലേ. എന്നെ ചോദിച്ചു കാരണം എന്താ വെച്ചാൽ സെമീറാക്കയിലെന്ന് വെച്ച് പരിചയപ്പെട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ച് ആന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നിട്ടോ. പാവം വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ. അവിടെയുള്ള നേരെ കടൽ തീരത്തുള്ള നല്ല ചൂടായിരിക്കും. നേരെ അടുത്ത ലക്ഷ്യസ്ഥാനം ആരെങ്കിലും ചൂണ്ടലിടുന്നുണ്ടോ അതിന് ചൂണ്ടൽ വാങ്ങണോ, ഒന്ന് ചൂണ്ടലിടണം, അതാണ് നമ്മളെ ലക്ഷ്യം. ചൂണ്ടലിടൽ നമുക്ക് പണ്ടേ ഒരു ആഹാരം കേട്ടോ. നല്ല മീനിനെ പിടിക്കുമായിരുന്നു ചെറുപ്പത്തിൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. പക്ഷേ ഇവിടെ ഒരുത്തനുണ്ട് ബോട്ട് വെൽഡ് ചെയ്യണേ, ഇങ്ങനെ ആടി വിലയുന്ന ബോട്ട് വെൽഡ് ചെയ്യണേ. എങ്ങനെയാണ് ഇപ്പം വെൽഡ് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. ഈ കാടി ഉലയുമ്പോൾ എന്ത് ഉണ്ടാവുന്ന പറയാം, തലവേദന നല്ലോണം വരും നമുക്ക്. എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ആടുന്ന സമയത്ത് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ആടില്ല. പിന്നെ എല്ലാ തൊഴിലിനും അതിൻ്റെ ട്രിക്ക് ഉണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കി. ജനറേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടത് അതിനുള്ള ആവശ്യമുള്ള കറണ്ടിന് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, വെൽഡിങ്ങിൻ്റെ ജോലി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ മീൻ പിടിക്കണ്. ഞാനും നോക്കി നേരെ ചൂണ്ടലിൻ്റെ അടിക്കാൻ ഞാൻ ഒന്നും ഇട്ടെന്ന് പറഞ്ഞു. റെസ്റ്റ് എടുക്ക്, എക്സസൈസ് ചെയ്യുന്ന പറഞ്ഞു. അതെ, നേരം ചൂണ്ടൽ തന്നിട്ട് പാവം മനുഷ്യൻ. സാധാരണ ആരും അങ്ങനെ ചൂണ്ടൽ തരാറില്ല കേട്ടോ. സത്യത്തിൽ ആരും ചൂണ്ടൽ തരൂല. ഞാനെന്ത് ചെയ്ത് ആ ഇച്ചിൽ, സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഇച്ചിൽ ഒന്നും കൂടി ആണ്ട് ഇറങ്ങണേ താഴെ പോയി നിട്ടാ. ഇച്ചിൽ ചവിട്ടി കഴിഞ്ഞാൽ നേരെ പോകും. സൈഫാക്കും സലാക്കി അപ്പോൾ എന്നോട് പറയാണ്ട് പോകലാന്ന് പറയും. അപ്പോൾ നേരെ ആ ചൂണ്ടൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് സലാക്ക് എന്നോട് പറയുന്നുണ്ട് വലിക്കുന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കൊണ്ടുപോയ പാട് എന്ത് ചെയ്ത്, ഞാനെന്ത് ചെയ്ത് ചൂണ്ടൽ ഒരറ്റ വലി സാധനം ഉണ്ടായിരുന്നു. പക്ഷേ നേരെ അപ്പുറത്തേക്ക് പോയി അത് കുടുങ്ങിയില്ല, ശരിക്കും കുടുങ്ങിയില്ല. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കൊക്കാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പം എന്ത് ചെയ്യണം, ഒരു ദിവസം അവിടെ ചൂണ്ടലിടാൻ പോകണമെന്ന് മനസ്സിലായി. നേരെ എന്ത് ചെയ്ത് കർമ്മ റോഡിൽ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, അവിടുന്ന് മണൽ കയറ്റുണ്ടെന്ന്. മണൽ എവിടേക്കാണ് കയറ്റുന്നത്, എന്തിനാണ് കയറ്റുന്നത് ഒന്നും പിടുത്തം കിട്ടിയില്ല. ഞാൻ നേരെ കാണുന്ന സൂം ചെയ്യുമ്പോൾ കാണുന്നതാ ഒരു ചെറിയൊരു ക്രെയിന്, ആ ക്രഷറിൻ്റെ പ്ലേറ്റ്, ആ പ്ലേറ്റുമ്പോൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മണൽ കയറി പോകണമെന്ന് എനിക്ക് മനസ്സിലായിട്ട്. അപ്പുറത്ത് JCB ഇങ്ങനെ സാധനം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ വയ്യിൽ ഉടനീളം ആളുകളാണ് കേട്ടോ. എന്തിന്, ബോട്ട് സർവീസ് കയറാൻ വേണ്ടിയിട്ട് കൈയാട്ടിയിട്ട് ടിക്കറ്റ് അപ്പം തന്നെ തരികയാണ്. ഓരോരോ വ്യത്യസ്തമായ ബോട്ടുകളാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകൾ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. സഞ്ചാരികൾ ഒരുപാടുണ്ട്. റോഡ് നീള സഞ്ചാരികളും അതേപോലെ ചൂണ്ടടക്കാരുമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചാരികൾ ഒരുപാട് ആളുകൾ അവിടെ എത്തുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് എത്തുന്നത്, ഇത്രത്തോളം ആളുകൾ അവിടെ വരുന്നുണ്ടാണ്. നമുക്ക് തന്നെ ശരിക്കും അത്ഭുതമായി. കുട്ടികളിലേക്ക് ഒന്ന് പോകണം എന്നുള്ള ഒരു തോന്നൽ വന്നു. അതേപോലെ തന്നെ ആലപ്പുഴ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ചില വെള്ളങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നിലവിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. അതും വളരെയേറെ സന്തോഷം തോന്നിയിട്ടാണ്. ഒരു എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും എന്ന് എനിക്കിങ്ങനെ തോന്നി. പിന്നെ ചൂണ്ടലിടുന്ന ഒരു 10-200 ആളുകൾ എന്തായാലും കർമ്മ റോഡിൽ നിരന്ന് ഇരിക്കുന്നുണ്ട്. ആ സൂം ചെയ്യുന്ന ഭാഗത്തൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും എന്താണ് പറയുക, ചൂണ്ടലിടുന്ന ആളുകളുണ്ട്. ഇനി മീനിന് വില കൂടിയതുകൊണ്ടാണോ പ്രശ്നം, മത്തി 400 രൂപ ആയതുകൊണ്ടാണ് അഞ്ഞ് ഇത്രയും ചൂണ്ടലിടലേർ വന്നതെന്നാണോ അതോ ഇനി ലീവ് ഉള്ളതുകൊണ്ട് എന്തെയ്താണോ വന്നതാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ കാണാനും കണ്ടിരിക്കാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കർമ്മ റോഡ് സത്യത്തിൽ. അതിൻ്റെ ഇടയിൽ കൂടി നേരെ തിരിച്ചു പോകുന്ന സംഭവം. നേരെ തിരിച്ചു വന്നപ്പോൾ ഒരു ബോച്ചട്ടി ഉണ്ടായിരുന്നു അവിടെ. ബോച്ചട്ടി നോക്കിയപ്പോൾ എന്ത് ചെയ്ത്, ഒരു ബോച്ചട്ടി വാങ്ങി. ബോച്ചട്ടി എന്ത് ചെയ്ത്, എങ്ങനെയാണ് കാക്കാനോട് ചോദിച്ചത് എങ്ങനെ കാക്ക രജിസ്റ്റർ ചെയ്യലെന്നൊക്കെ ചോദിച്ചപ്പോൾ കാക്ക എന്ത് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടാ. പക്ഷേ ഇതിൽ ഒരു ബോച്ചട്ടി എന്ത് ചെയ്തിരിക്കണം, ആദ്യം തന്നെ ആരോ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് പറയണത്. എന്തായാലും അതിന് വേണ്ടിയുള്ള നടപടിക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂരിന് ഒരു മെയിൽ അയച്ചു കൊടുത്ത്. അപ്പോൾ ഇൻഷാ അല്ലാ 100 രൂപ എന്തായാലും ടിക്കറ്റ് ആയിട്ടുള്ള പ്രൈസ് അടിച്ചിട്ടുണ്ട്.